അൻസിബ ഒരു സാമൂഹിക വിപത്ത് എന്ന് ടിനി ടോം തിരിച്ചടിച്ചാൽ ടിനി ടോം ജയിലിലാകും. സ്ത്രീത്വത്തെ അപമാനിച്ചു, ദുസ്സൂചനയോടെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ടിനി ടോമിനെ എങ്ങനെ അപമാനിക്കാനും അൻസിബയ്ക്ക് കഴിയും? നമ്മുടെ നാട്ടിലെ നിയമങ്ങളുടെ ഇരട്ടത്താവളാണ് അത് വ്യക്തമാക്കുന്നത്. ടിനി ടോം എന്ന പുരുഷനെ എങ്ങനെ അവഹേളിച്ചാലും അധിക്ഷേപിച്ചാലും ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. ആലോചിച്ച് നോക്കുക, അമ്മ പോലൊരു ഓർഗനൈസേഷൻ, ഞാൻ വളരെ ആദരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് അമ്മ. അവയിൽ പരസ്പര എതിരഭിപ്രായങ്ങൾ കാണാം, ഗ്രൂപ്പിസം കാണാം, അതൊന്നുമില്ലെന്ന് ആരും പറയുന്നില്ല. പക്ഷേ ടിനി ടോം എന്ന പ്രഗത്ഭനായ കലാകാരനെ മനഃപൂർവ്വം സാമൂഹ്യ മധ്യത്തിൽ താറടിച്ച് കാണിക്കാനും അപകീർത്തിപ്പെടുത്താനും അധിക്ഷേപിക്കാനും അൻസിബ ഒരുങ്ങുമ്പോൾ നമ്മുടെ മാധ്യമങ്ങളും പല ആൾക്കാരും അതിന് കൈയടിക്കുകയാണ്. ടിനി ടോമിനെ സാമൂഹിക വിപത്ത് എന്നാണ് അൻസിബ വിശേഷിപ്പിച്ചത്. അങ്ങനെ തിരിച്ച് ടിനി ടോം വിശേഷിപ്പിച്ചാലോ അൻസിബ ഒരു സാമൂഹിക വിപത്താണെന്ന് അപ്പം ടിനി ടോമിനെ അറസ്റ്റ് ചെയ്യും. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഗതികേടാണിത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, അമ്മയിലെ ആഭ്യന്തര യുദ്ധത്തിലെ സത്യം എന്ത് എന്നുകൂടെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഇതിന്റെ കാരണം ഈ വിഷയം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. മണിക്കൂറുകളോളം അമ്മയിലെ പല ആൾക്കാരോടും സംസാരിച്ചു. എനിക്കതിൻ്റെ ഒരുപാട് തെളിവുകളും അവർ അയച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ വോയിസ് ക്ലിപ്പുകൾ അയച്ചു തന്നിട്ടുണ്ട്. പ്രമുഖ താരങ്ങളുടെ പരസ്പരമുള്ള സംഭാഷണങ്ങൾ അവർ അയച്ചു തന്നു. അതിൻ്റെ സത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിലെ എല്ലാ സത്യങ്ങളും പറയുന്നില്ല, ആരെയും വിഷമിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. യുദ്ധം, പണപ്പെരുപ്പം, വർദ്ധിച്ചു വരുന്ന ചെലവുകൾ എന്നിവയ്ക്കിടയിൽ ഇന്ന് പലരും സാമ്പത്തികമായി കഷ്ടപ്പെടുകയാണ്. ഒരു ശമ്പളം കൊണ്ട് മാത്രം ജീവിക്കുക എന്നത് കൂടുതൽ കൂടുതൽ പ്രയാസകരമായി മാറും. ഇക്കാരണത്താൽ തങ്ങളുടെ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് പലരും എന്നോട് കമന്റുകളിൽ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇന്ത്യയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് വുൾഫ് എന്ന ആപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. ഇത് ഒരു സെബി രജിസ്റ്റർ ചെയ്ത ആപ്പാണ്. വിപണി ഉയരുകയാണെങ്കിലും താഴുകയാണെങ്കിലും ട്രേഡിങ്ങിലൂടെ നിങ്ങൾക്ക് എപ്പോഴും ഒരു നല്ല വരുമാനം നേടാൻ കഴിയും. വൺ കോളുകളിലൂടെ നിങ്ങളെ വ്യക്തിപരമായി നയിക്കുകയും മെച്ചപ്പെട്ട അവസരങ്ങൾ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു വിദഗ്ധ ടീമും അവർക്കുണ്ട്. ഇനി എങ്ങനെ ഈ ആപ്പ് ഉപയോഗിക്കാമെന്ന് നോക്കാം. ഞാൻ എൻ്റെ പിൻ നമ്പർ ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫോളോ ട്രെൻഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. നിലവിൽ വിപണിയിൽ ലാഭകരമായ ട്രെൻഡുകൾ ഇത് കാണിക്കുന്നു. വെറും ഒരു ക്ലിക്കിലൂടെ നിങ്ങൾക്ക് അവ പിന്തുടരാനാകും. മറ്റ് പല ആപ്പുകളിലും ട്രേഡിംഗ് തുടങ്ങാൻ നിങ്ങൾക്ക് ഏകദേശം 3 മടങ്ങ് കൂടുതൽ മൂലധനം ആവശ്യമായി വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് വളരെ ചെറിയ തുക ഉപയോഗിച്ച് ട്രേഡിംഗ് ആരംഭിക്കാം. ഇതിൽ ഉൾച്ചേർത്ത സ്റ്റോപ്പ് ലോസ് ഫീച്ചർ നിങ്ങളെ നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ട്രേഡ് ഒരു നിശ്ചിത നഷ്ടത്തിൽ എത്തിയാലുടൻ അത് സ്വയമേവ വ്യാപാരം നിർത്തുന്നു. അതിനാൽ നിങ്ങളുടെ നഷ്ടം പരിമിതമായിരിക്കും. അവരുടെ ബ്രോക്കറേജ് നിരക്കും ഈ മേഖലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കുകളിൽ ഒന്നാണ്. നോക്കൂ, ഈ ട്രേഡിംഗ് ട്രെൻഡിനനുസരിച്ചാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റോപ്പ് ട്രേഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ലാഭമുണ്ടായി, നഷ്ടം കുറച്ചു. ഇപ്പോൾ ഞാൻ 1476 രൂപ ലാഭം നേടി. വെറും 99 ലൈഫ് ടൈം ഫീസിൽ നിങ്ങൾക്ക് ഈ സൗകര്യങ്ങളെല്ലാം ഉപയോഗിക്കാം. സ്വർണം, വെള്ളി, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് തുടങ്ങിയ കമോഡിറ്റികളിലെല്ലാം രാവിലെ 9 മുതൽ 12 വരെ നിങ്ങൾക്ക് ഈ വിധത്തിൽ എളുപ്പത്തിൽ ട്രേഡ് ചെയ്യാം. മാർക്കറ്റ് വുൾഫ് സൗജന്യ ശുപാർശകളും റെക്കമെൻഡേഷൻസ് നൽകുന്നുണ്ട്. ഇന്ത്യയിൽ മാർക്കറ്റ് വുൾഫ് ഇതിനോടധികം 20 ലക്ഷം ഡൗൺലോഡുകൾ പിന്നിട്ട് കഴിഞ്ഞു. അപ്പോൾ മാർക്കറ്റ് വുൾഫ് എന്താണ് എന്ന് നിങ്ങൾ കൂടുതൽ അറിയുക. ഇതാണ് ആ വാർത്ത, മനോരമ കൊടുത്തിരിക്കുന്ന വാർത്ത. പക്ഷെ അൻസിബയ്ക്ക് ഇത്രയും ഫ്രീ ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ പുരുഷന്മാരെ അധിക്ഷേപിക്കാൻ കഴിയുന്നത് നമ്മുടെ നിയമ സംവിധാനം ലോപ്പ് സൈഡഡ് ആയതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ എന്താ പറ്റിയത്? ശ്രീമതി ലക്ഷ്മിപ്രിയ, ശ്രീമതി അൻസിബ അല്ലെങ്കിൽ കുമാരി അൻസിബ, ഇവർ രണ്ടുപേരുമുണ്ട്. ഞാൻ ഡീറ്റെയിൽസിലേക്ക് പറയുന്നില്ല. എന്തായാലും ഈ സംഭവങ്ങൾക്കിടയിൽ അൻസിബ ഒരാൾക്ക് മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് ദുസ്സൂചനയോടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു. ഒരു ഇൻസിനുവേഷൻ, ഇനുവെന്റോ പറഞ്ഞ് ചില ഫോട്ടോകളെ കുറിച്ച് ദുസ്സൂചനയോടെ പരാമർശിച്ച് അൻസിബ ഒരു വ്യക്തിക്ക് മെസ്സേജ് അയച്ചു. ആർക്കെന്ന് ഞാൻ പറയുന്നില്ല, ഒരാൾക്ക് മെസ്സേജ് അയച്ചു. ഇത് അവരുടെ വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി. പാവം ആ സ്ത്രീ, നല്ലൊരു കലാകാരി, ഈ യഥാർത്ഥത്തിൽ ഇരയായത് ആ സ്ത്രീയാണ്. ആ സ്ത്രീ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, കാര്യം അവരാണ് കൂടുതൽ സത്യങ്ങൾ വെളിയിൽ പറയേണ്ടത്. ആരാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അൻസിബയുടെ ഈ ദുസ്സൂചനയോടുള്ള മെസ്സേജ് അവരുടെ കുടുംബക്കാർ കണ്ടപ്പോൾ, ഭർത്താവ് കണ്ടപ്പോൾ അവർക്ക് പ്രശ്നമായി. അവർക്കതിനെതിരെ പോലീസിൽ പരാതി കൊടുത്തു. അങ്ങനെ പോലീസുകാർ അൻസിബയെ വിളിച്ചു. അതിനാണ് അൻസിബയെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറയുന്നത്, അപമാനിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നത്. അൻസിബ അപ്പോൾ ഈ മെസ്സേജ് അയച്ച ആ സ്ത്രീക്കുണ്ടായ വേദനയോ അവർക്കുണ്ടായ വിഷമമോ അവരുടെ കുടുംബത്തിലുണ്ടായ ബുദ്ധിമുട്ടോ അതൊന്നും ഇവിടെ ആർക്കും പ്രശ്നമല്ല. ഇത്തരം ഒരുപാട് കാര്യങ്ങളാണ്. ഇതിനിടയ്ക്ക് മതവും ജാതിയും എല്ലാം കുത്തിക്കയറ്റി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ചില ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അൻസിബയെ ഏതെങ്കിലും രീതിയിൽ അൻസിബയെ ജിഹാദി എന്ന് ടിനി ടോം വിളിച്ചതിന് എന്താ തെളിവുള്ളത്? ആ തെളിവുണ്ടെന്ന് പറയുന്നത് അൻസിബയുടെ തന്നെ ഗ്രൂപ്പിൽ നിൽക്കുന്ന മറ്റൊരു പ്രമുഖയായ നടി, എനിക്ക് അവരെ നന്നായിട്ട് അറിയാം, കാര്യം ഞങ്ങൾ ഒരുമിച്ച് ഒരു TV ഷോയിൽ ഉണ്ടായിരുന്നതാണ്. പ്രഗത്ഭയായ നടിയാണ്, ഒരുപാട് വർഷങ്ങളെ സീനിയർ ആയിട്ടുള്ള നടിയാണ്. അവർ കേട്ടു എന്ന് പറയും. അതായത് ഇത് 2 ഗ്രൂപ്പുകൾ നിൽക്കുകയാണ്. അതായത് ഒരു വശത്ത് കുക്കു പരമേശ്വരൻ,
അടക്കമുള്ളവരുടെ ചില ടീം, മറുവശത്ത് ശ്വേതാ മേനോൻ അടക്കമുള്ളവർ ടീം. ഇവർ പണ്ടെല്ലാം ഒരുമിച്ചായിരുന്നു. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം കാരണം പരസ്പരം തെറ്റിയതായിരിക്കും. യഥാർത്ഥത്തിൽ അമ്മ എന്ന വലിയ ഓർഗനൈസേഷനെ ഈ എന്താ പറയുക പരസ്പരം അടികളിലൂടെ പൊതുജന മധ്യത്തിൽ നിങ്ങൾ തന്നെ ഇകഴ്ത്തി കാണിക്കരുത്. നിങ്ങൾക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പക്ഷേ നമ്മളെല്ലാം അമ്മയെ കാണുന്നത് ഒരു വലിയ മാതൃവാത്സല്യമുള്ള സംഘടനയായിട്ടാണ്. അതായത് ഇന്ത്യയിൽ നമ്മുടെ മലയാളത്തിൽ മാത്രമല്ല, തമിഴിൽ നടികർ സംഘമുണ്ട്, തെലുങ്കിൽ മായുണ്ട്, ഹിന്ദിയിൽ സിൻഡയുണ്ട്. ഇന്ത്യയിൽ അമ്മയുടെ അത്ര നന്നായി പ്രവർത്തിക്കുന്ന മറ്റൊരു സിനിമാ സംഘടനയുണ്ടോ എന്ന് സംശയമാണ്. ദിലീപേട്ടൻ്റെ അടക്കം ശ്രീ ദിലീപിൻ്റെ അടക്കമുള്ള നേതൃത്വത്തിൽ 2020 പോലൊരു മഹാസംരംഭം നടത്തിയെടുക്കാൻ നമ്മുടെ അമ്മയ്ക്ക്, നമ്മുടെ മലയാള സിനിമയ്ക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. 110 പേർക്ക് 5000 രൂപ വെച്ച് അവർ കൊടുക്കുന്നുണ്ട്. അതായത് വർഷം 19 ലക്ഷം 60 ലക്ഷം രൂപയാണ് അമ്മ വെൽഫെയറിന് വേണ്ടി ചിലവാക്കുന്നത്. ഇൻഷുറൻസ്, മറ്റ് കാര്യങ്ങൾ, ഇതെല്ലാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ അടിയുണ്ടാവും. ഒരു അമ്പലത്തിൽ നിന്ന് 75 ലക്ഷം രൂപ അവിടെ നമ്മുടെ വെണ്ണല മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് മേടിക്കാൻ തീരുമാനിച്ചു. 75 ലക്ഷം രൂപ. ഇപ്പം 30 ലക്ഷം രൂപ കൊടുത്തു, ഇനി 45 ലക്ഷം രൂപ തരുമെന്ന് പറയുന്നു. ഇത്തരം കാര്യങ്ങളിൽ എതിരഭിപ്രായങ്ങളോ അനുകൂല അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടാകാം. ഇത് നിങ്ങളുടെ ഉള്ളിൽ പ്രശ്നം ഇതായി തീർക്കണം. പക്ഷേ സമൂഹത്തിൽ എപ്പോഴും ഒരു ഇരട്ടത്താപ്പ് നിൽക്കും. അൻസിബ അടക്കമുള്ള പ്രമുഖ കലാകാരികൾ മനസ്സിലാക്കേണ്ട, അൻസിബയിൽ ദൃശ്യത്തിലൂടെ വലിയ ഇഷ്ടമാണ്. നമ്മുടെ ലാലേട്ടൻ്റെ മോളാണ്. അല്ലെങ്കിൽ അൻസിബയെ ചുറ്റിപ്പറ്റിയാണ് ആ കഥ തന്നെ പോകുന്നത്. അൻസിബിനെയും വരുണിനെയും ചുറ്റിപ്പറ്റിയാണ് കഥ പോകുന്നത്. അപ്പോൾ അൻസിബ അടക്കമുള്ളവർ മനസ്സിലാക്കേണ്ട കാര്യം, അൻസിബ ഈ സാമൂഹ്യ വിപത്തെന്നൊക്കെ ആര് പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ അത് മറ്റൊരാളുടെ കുടുംബത്തിനും അയാൾക്കും ഉണ്ടാക്കുന്ന മാനക്കേടും പ്രശ്നങ്ങളും താങ്കൾ ആലോചിക്കണം. താങ്കളെ തിരിച്ചങ്ങനെ വിളിച്ചാൽ താങ്കളെ രക്ഷിക്കാൻ നിയമം ഉണ്ടാവും. എന്നാൽ ഒരു കാര്യത്തിൽ ബഹുമാനം അർഹിക്കുന്നു. അമ്മയിലാരും, അൻസിബ അടക്കം ആരും ഈ സാധാരണഗതിയിൽ മറ്റൊരാണിനെ കൊടുക്കാനോ ആ ആണിനെ തളയ്ക്കാനോ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. അങ്ങനെ ആരും ഉന്നയിച്ചില്ല. അതിൻ്റെ ബഹുമാനം അറിയിക്കുന്നു. കാര്യം ഒരുപാട് പുരുഷന്മാർക്കെതിരെ അങ്ങനെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടാറുണ്ട്. അതെന്തായാലും വന്നില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. അൻസിബ പ്രമുഖ കലാകാരിയാണ്. ശ്രീമതി ലക്ഷ്മിപ്രിയ പ്രമുഖ കലാകാരിയാണ്. അവർ വളരെ കൺവിക്ഷനോടെ പല കാര്യങ്ങൾ എഴുതുന്നതാണ്. ഞാൻ ശ്രീമതി ലക്ഷ്മിപ്രിയയെ അനുകൂലിച്ചും വിമർശിച്ചും ഒക്കെ പോസ്റ്റിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, പക്ഷേ നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഒരാളാണ് ശ്രീമതി ലക്ഷ്മിപ്രിയ, അല്ലെങ്കിൽ കുമാരി അൻസിബ, ശ്രീ ടിനി ടോം. അപ്പം നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ രമ്യമായി പറഞ്ഞ് പരിഹരിക്കണം. ഏതെങ്കിലും ഒരു പുരുഷനെ പൊതുജന മധ്യത്തിൽ അധിക്ഷേപിക്കുന്ന ശരിയല്ല. അതിൽ നിന്ന് കുമാരി അൻസിബ പിന്മാറണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. കാര്യം സാമൂഹിക വിപത്തെന്നൊക്കെ ഒരു ആണിനെ പറയുമ്പോൾ ആണിന് പലപ്പോഴും തിരിച്ചു പറയാൻ കഴിയാത്തത് നമ്മുടെ നിയമത്തിൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ്. തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്തായാലും എല്ലാവരും വളരെ നല്ല കലാകാരന്മാരാണ്, കലാകാരികളാണ്. ശ്രീ ടിനി ടോം നമ്മളെല്ലാം ഒരുപാട് ചിരിപ്പിച്ച ഏറ്റവും പ്രമുഖനായ കലാകാരനാണ്. ശ്രീമതി ലക്ഷ്മിപ്രിയ, കുമാരി അൻസിബ, ശ്രീമതി ശ്വേതാ മേനോൻ, ഹിന്ദിയിലടക്കം നമ്മുടെ സൂപ്പർ താരങ്ങൾ ആമിർ ഖാൻ, സൽമാൻ ഖാൻ അടക്കമുള്ള വലിയ വലിയ താരങ്ങളോട് അഭിനയിച്ച് മലയാളത്തിൻ്റെ തന്നെ വലിയൊരു അഭിമാനമാണ്. ശ്രീമതി കുക്കു പരമേശ്വരൻ വലിയൊരു കലാകാരിയാണ്, നമുക്കെല്ലാം അറിയുന്നതാണ്. അപ്പം നിങ്ങളുടെ ഇടയിൽ ഈ തർക്കങ്ങളെല്ലാം പരിഹരിച്ച് വരട്ടെ. ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും എല്ലാം അനുഗ്രഹം മേടിച്ച് പോസിറ്റീവായി നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ.